ഈ ക്യാരക്ടറിന് ഓർമ്മയുണ്ടോ? ബാംഗ്ലൂർ ഡേയ്സിലെ മീനാക്ഷി. കുട്ടൻ്റെ മീനാക്ഷി. ഒരു ഫൺ ക്യൂട്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിലും പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പഴയ ബോയ് ഫ്രണ്ട് ഒന്ന് കുട്ടൻ്റെ മൂക്കടിച്ച് പൊട്ടിച്ചപ്പോൾ അതേ ആളായിട്ട് ബാക്കിൽ പോയി നിന്ന് കിസ് അടിച്ചുകൊണ്ടിരിക്കും. കുട്ടൻ ശോകമായിട്ട് ഇറങ്ങിപ്പോവും. ഈ മൊത്തം സീക്വൻസ് നമ്മൾ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, വാട്ട് വാസ് ദിസ് മീനാക്ഷീസ് ക്യാരക്ടർ? നമ്മളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നോക്കിയാൽ വാട്ട് വാസ് ദിസ് ക്യാരക്ടർ ആക്ച്വലി ഡൂയിങ്? പ്രത്യക്ഷത്തിൽ നമുക്കിതൊരു ട്രഡീഷണൽ ആൻഡ് മോഡേൺ ആൾക്കാരുടെ കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഐ തിങ്ക് മീനാക്ഷി വാസ് ഡൗൺ റൈറ്റ് മാനിപ്പുലേറ്റീവ്. ഭയങ്കര നിഷ്കമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടനെ നൈസായിട്ട് കൂടെ കൊണ്ട് നടന്ന് ആവശ്യം കഴിയുമ്പോൾ ഒഴിവാക്കും. ഷീ ഈസ് നോട്ട് എ സിംബൽ ഓഫ് മോഡേൺ വേ ഓഫ് ലിവിങ്. ഷീ ഈസ് ഡൗൺ റൈറ്റ് സെൽഫിഷ്. ബാംഗ്ലൂർ, ഡൽഹി പോലുള്ള സിറ്റീസിലൊക്കെ 2-3 വർഷമെങ്കിലും താമസിച്ചിട്ടുള്ളവർ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ടാവും. വൾണറബിൾ ആയിട്ടുള്ള, ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ആൾക്കാരെ ഇവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കൂടെ കൊണ്ടു നടക്കും. എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ ഒഴിവാക്കും. നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേണേലും ആവാം. പൈസ ആകാം, പ്രൈഡ് ആകാം, സെക്സ് ആകാം, എന്തിന്, ജസ്റ്റ് ഒരു ടൈം പാസും ആകാം. ഇതൊന്നും തെറ്റാണെന്നൊന്നുമല്ല, പക്ഷെ മറ്റേ ആളോട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് യൂസിങ്. ഇപ്പം തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാം, ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നത്. ദേ എൻജോയ് ഈച്ച് അതേഴ്സ് കമ്പനി. നമ്മുടെ തുമ്പിപ്പെണ്ണ പാട്ടിലൊക്കെ ഈ പാട്ടിൽ ഇവരൊരാൾ ഇടയ്ക്ക് നോക്കി നിൽക്കുന്നത് കാണാം. ഇയാൾ തന്നെയാണ് ഇവർ മോളിൽ മീറ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്നിട്ട് ടൈമായി എന്ന് ദേഷ്യത്തിൽ പറയുന്നു. ലേറ്റർ ഇയാൾ ആരാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു പോയിന്റ് ഇത്. ഈ സീനിന്റെ തുടക്കത്തിൽ വളരെ അഫെക്ഷനേറ്റ് ആയിട്ട് മീനാക്ഷി കുട്ടന്റെ തല മസാജ് ചെയ്ത് കൊടുക്കുന്നൊക്കെ കാണാം. പക്ഷെ later when this dude barges into the house and knocks down Kuttan, it's revealed that you're the one who dumped me. ഇതായിരുന്നു മീനാക്ഷിയുടെ ആദ്യത്തെ ബോയ് ഫ്രണ്ട്. ഇയാൾ ഇട്ടിട്ട് പോകുന്ന ടൈമിലാണ് മീനാക്ഷി കുട്ടനായിട്ട് കമ്പനി ആകുന്നതും ഹാങ് ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. മീനാക്ഷിയും കുട്ടനും ഹാങ് ഔട്ട് ചെയ്യുന്ന കണ്ട് ജലസ് ആയിട്ടാണ് ഇയാൾ വീട്ടിൽ കയറി വരുന്നത്. ഇയാൾ എന്നിട്ട് എന്തൊക്കെയോ പറയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് ദേ പാച്ച്ഡ് അപ്പ് ഓർ സംതിങ്. ഇടി കൊണ്ട് ചോര വരുന്ന കുട്ടനെ മൈൻഡ് പോലും ആക്കൂല. കുട്ടൻ ഓക്കോർഡായിട്ട് ഇറങ്ങിപ്പോവും. ഈ ഫുൾ സിനാരി ഒരു ജോക്കായിട്ടാണ് കാണിക്കുന്നത്. വി ഓൾ എൻജോയ്ഡ് ഇറ്റ് ദാറ്റ് വേ ടു. പക്ഷെ ഒന്നാലോചിച്ച മീനാക്ഷി ശരിക്കും എന്താ ചെയ്തേ? ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ബോയ് ഫ്രണ്ടിനെ ജലസാക്കാൻ മനഃപൂർവ്വം കുട്ടനായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇയാള് പോയ സമയം ഒരു ടൈം പാസിന് വേണ്ടി കുട്ടന്റെ കൂടെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നടന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ സീനിൽ വളരെ എവിഡന്റ് ആണ് മീനാക്ഷിക്ക് കുട്ടനെ വലിയ കാര്യമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടൻ ഒരു പൊട്ടനായി. പക്ഷെ ഇതിനൊക്കെ ഒരു ക്ലോഷർ കിട്ടുന്ന സീനാണ് ഈ എയർപോർട്ട് സീൻ. അന്ന് നടന്ന കാര്യത്തിനെ പറ്റി ഒന്നും പറയാണ്ട്, ഒരു സോറി പോലും പറയാതെ കുട്ടനെ പിന്നെ ലൈഫിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. കുട്ടൻ സ്റ്റിൽ വൾണറബിൾ ആയിരിക്കും എന്നോർത്താണ് ചെയ്യുന്നത്. പക്ഷെ കുട്ടൻ ഇത് കേട്ടിട്ട് പൊളിയും. എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചേ? കുറച്ച് നല്ല മലയാളം പറഞ്ഞു കൊടുത്താ എന്തേ? കുറച്ച് നല്ല മലയാളമൊക്കെ പറഞ്ഞു കൊടുത്ത് മീനാക്ഷിനെ കുട്ടൻ നൈസായിട്ട് ഒഴിവാക്കും. ആസ് ആൻ ഓഡിയൻസ് നമുക്കൊക്കെ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള സീൻ ഇതിപ്പോൾ കുട്ടൻ അധികം ഹേർട്ടാവുന്നില്ലെന്ന് പറയാം. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. റിയൽ ലൈഫിൽ എല്ലാവർക്കും കുട്ടൻ്റെ പോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണമെന്നില്ല. തുറന്ന് സംസാരിക്കാൻ, ജഡ്ജ് ചെയ്യാത്ത, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഞാൻ കുറച്ചുപേരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്സ് വരാൻ തുടങ്ങും, ട്രസ്റ്റ് ഇഷ്യൂസ് വരാൻ തുടങ്ങും. പക്ഷെ ഇതൊക്കെ അറിയാമെങ്കിലും ഇങ്ങനെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇവരെപ്പോഴും സോഷ്യലി വളരെ നല്ലതായിട്ടേ പെരുമാറുള്ളൂ. എപ്പോഴും ചിരിച്ച് സംസാരിക്കും, ഒരുപാട് പേരായിട്ട് നല്ല കമ്പനി ആയിരിക്കും. ഇപ്പൊ നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നി, ഇവര് കുറച്ച് ശോകമാണെന്ന് തോന്നി. പക്ഷെ നമുക്ക് ഒരിക്കലും അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ആരും വിശ്വസിക്കാനും പോണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈഫിൽ ഇങ്ങനത്തെ ആൾക്കാരെ പരിചയമുണ്ടോ? കമന്റ് യുവർ എക്സ്പീരിയൻസസ് ബിലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.